കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വിശേഷം എന്ന് പറയാനുള്ളത് നാളെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാണല്ലോ മക്കൾക്ക്. പിന്നെ ഇതാ കുറച്ച് ദിവസമായിട്ട് നേരത്തോടെ എണീക്കണ പണിയൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എണീറ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ എണീപ്പിക്കും. അപ്പോൾ പിന്നെ സ്കൂൾ തുറക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ടല്ലോ വെച്ചിട്ട് നേരത്തോടെ എണീപ്പിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നതാ പുറം പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുള്ളത്. മുറ്റടിക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നേരത്തോടെ തന്നെ. പിന്നെ ഇപ്പോൾ അതാ ചെറിയൊരു വെയിൽ ഉണ്ടായിരുന്നു കാലത്ത്. ആ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയത്. കാരണം ഇപ്പുറത്തെ സൈഡിൽ മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ നിൽക്കണത്. അപ്പോൾ അത് കാരണം കൊണ്ട് മുറ്റടിക്കലൊക്കെ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെയിൽ കാണുന്ന ഗ്യാപ്പിൽ തന്നെ. കാരണം ഇനി എപ്പോഴാണ് മഴ വരികയെന്നറിയില്ലല്ലോ. അപ്പോൾ പിന്നെ മുറ്റടിയൊക്കെ അവിടെ കിടക്കും. ചില ദിവസങ്ങളിൽ വൈകുന്നേരം മഴ ചാറൊക്കെ കാണിച്ചെങ്കിൽ പിന്നെ മുറ്റടിക്കാൻ വൈകുന്നേരം പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് കാലത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അടുക്കളയിലത്തെ പണികളൊക്കെ അതിന് ശേഷമാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് വെള്ളയപ്പത്തിനാണ് കേട്ടോ ഉണ്ടാക്കാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ഇന്ന് ഞങ്ങൾ ചേട്ടൻ്റെ അച്ഛനും അമ്മേനും ഒന്ന് കാണാൻ പോവാണ് കേട്ടോ. നാളെ മക്കൾക്ക് സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ അവരെ കൊണ്ടായിട്ടൊന്ന് കാട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നേരത്തോടെ പണികളൊക്കെ തീർക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ പോയിട്ട് വരണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. കാരണം ഉച്ചയ്ക്ക് ശേഷം ഇനി പുസ്തകം പൊതിയിലും അങ്ങനെ ഓരോ പണികളൊക്കെ ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ യൂണിഫോമിൻ്റെ കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ മോൾക്ക് യൂണിഫോം നിർബന്ധമില്ല കേട്ടോ നാളെ. കാരണം പുതിയ സ്കൂളിലേക്കല്ലേ. അപ്പോൾ പുതിയ കുട്ടികൾക്ക് നാളെ നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ചെറിയൊരു ഇതുണ്ട്. എന്നാലും നമുക്ക് വേഗം പണികൾ തീർക്കണമല്ലോ യൂണിഫോമിൻ്റെ. അപ്പോൾ അച്ഛനും അമ്മേനെയും കണ്ടിട്ട് വന്നിട്ട് വേണം പിന്നെ ബാക്കിയുള്ള പണി തീർക്കാൻ വിചാരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ പോണായിട്ടും തൊട്ട് മുന്നേ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്നത്തെ പോക്ക് നടക്കില്ല, ഇനി ഉച്ചയ്ക്ക് ശേഷം പോക്ക് നടക്കുള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ അതാ എൻ്റെ അടുക്കളയിലത്തെ ചായപ്പണി കഴിയുമ്പോഴേക്കും മഴയൊക്കെ ഒരു വിധം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. കാലത്ത് മിറ്റടിച്ചതൊക്കെ ആകെ ചപ്പും ചവറായിട്ടുണ്ട്. പ്ലാവിൻ്റെ ഇലയൊക്കെ പിന്നിൽ കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നറിയേ. പിന്നെ കാലത്ത് അടിച്ചു വരലൊരു ട്രിപ്പ് കഴിഞ്ഞതാണല്ലോ. പിന്നെ ഞാനൊന്നും ഇറങ്ങാൻ നിന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം അടിച്ചു പോരാന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഇതാ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കോരണമൊന്നുമില്ല കേട്ടോ. കാരണം ഒരു മടി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒക്കെ അതാ ടാപ്പിൽ നിന്ന് തന്നെയാണ് പിടിക്കണത്. പിന്നെ നമ്മുടെ മുന്നിൽ തന്നെ ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പിടിക്കുക വേണ്ടോ മോട്ടർ അടിച്ചിട്ട്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു പണി ഉണ്ടായിരുന്നത് ഇന്നലെ കുറച്ച് ചെറുപഴമൊക്കെ ഉണ്ടായിരുന്നത് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ കേട് വന്ന കാരണം കൊണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ അവിടെ ഇരിക്കുകയാണ് കണ്ടപ്പോൾ ഞാൻ ഉണ്ണിയപ്പത്തിനെ നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയായിരുന്നു ഉണ്ണിയപ്പത്തിനെ നനച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാലത്ത് പിന്നെ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. കാരണം പിന്നെ ഉച്ചയ്ക്ക് ശേഷം അടുക്കളയിലേക്ക് വേറെ പണിക്കൊന്നും കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. മക്കൾക്ക് പിന്നെ ട്യൂഷൻ കുറച്ച് ദിവസം മുന്നേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ട്യൂഷൻ്റെ അവിടെ നിന്ന് കൊടുത്തത് അവരതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇന്നും കാലത്ത് മോനെന്തോ പഠിക്കാനൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ. മോള് പിന്നെ എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അവൾ പിന്നെ എന്നൊന്നും പഠിക്കാനൊന്നും കണ്ടില്ല. അപ്പോൾ കാലത്തത്തെ നമ്മുടെ ഏകദേശം പണികളൊക്കെ ഒതുങ്ങാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാറുകറിയുടെ ഒരു പണിയും കൂടി ഉള്ളൂ കേട്ടോ. ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണക്കാവണായിട്ട് മുന്നുള്ള കുടംപുളിയുടെ രൂപമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിത് കറിയിൽ ഇങ്ങനെ ഇടുന്നു അറിയില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നതായിരുന്നു കേട്ടത്. അപ്പോൾ അത് ശരിക്കും കറിയിലിട്ടപ്പോൾ ഈ മാങ്ങ പീസൊക്കെ പോലെ ഉണ്ട് കേട്ടോ. പുളി നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കണക്ക് എന്തോരം ഇടണ്ടെന്ന് അറിയാത്ത കാരണം കൊണ്ട് ഞാൻ കിട്ടിയത് കംപ്ലീറ്റ് അതിൽ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പകുതിക്ക് വെച്ച് കറിയുടെ പാകം നോക്കിയപ്പോഴാണ് നല്ല പുളി തോന്നിയത്. അപ്പോൾ പുളി കൂടുതൽ കണ്ടപ്പോൾ പിന്നെ അത് കുറച്ച് എടുത്ത് മാറ്റി. അപ്പോഴേക്കും കുറേയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. ശരിക്കും മാങ്ങ കുടഞ്ഞ് ചേർന്നൊരു രൂപ തന്നെയായിരുന്നു. കറിക്കൊരു വേറെ ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ണിയപ്പത്തിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ.
കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ മോൻ്റെ ടയറൊക്കെ പഞ്ചറായിട്ട് ഇരിക്കുന്ന സൈക്കിളിൻ്റെ. അപ്പം അച്ചാച്ചൻ്റെ പിന്നെ ഈ പണിയായ കാരണം കൊണ്ട് എന്നും വിളിക്കലാണ് കേട്ടോ ഇവനെ പണി. അത് ശരിയാക്കണം ഇത് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും ഇവനെ കംപ്ലൈൻറ്റുകളാണ്. അപ്പം അന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞായറാഴ്ച എല്ലാ അവധിയല്ലേ. അപ്പം അച്ഛൻ കാലത്ത് വന്നിട്ട് തന്നെ ഇതിൻ്റെ പണിക്കാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോഴേക്കും ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനായിട്ട് സംസാരിച്ചോട്ടെ വെച്ചിട്ട് ഞാൻ അച്ഛനെ ഫോൺ വെച്ച് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ തന്നെ ഞങ്ങൾ അച്ഛനെയും അമ്മേനെയും കാണാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ പോവാനുള്ളത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അവസാനമാണ് കേട്ടോ ഞാൻ കുളിക്കാൻ നിന്നത്. അതുവരെ ഓരോ പണികളൊക്കെ ആയിട്ട് അവിടെ നിന്നു ഞാൻ. ഇനിയിപ്പോൾ പോവാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇനി. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് അധികം ദൂരമൊന്നും ഇല്ലാത്ത കാര്യം കൊണ്ട് ഞങ്ങൾ ബൈക്കുമ്മൽ തന്നെയാണ് കേട്ടോ പോണത്. ഇനിയിപ്പോൾ പകുതിക്ക് വെച്ചിട്ട് മഴയൊന്നും പെയ്യാണ്ടിരുന്നാൽ മതി. ഇപ്പം പിന്നെ അതാ സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നേ എല്ലാവർക്കും സെപ്പറേറ്റ് കോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൈയോടെ ഞങ്ങൾ വണ്ടിയുടെ ഡിക്കിയിൽ തന്നെ സേഫ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ്. കാരണം എങ്ങോട്ട് പോകുമ്പോഴും ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പ്രതീക്ഷിക്കാമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് കോട്ടുണ്ട് എന്നുള്ള ധൈര്യത്തിലാട്ടോ ഞങ്ങളിന്ന് ബൈക്കിൻ്റെ മുകളിൽ തന്നെ പോണത്. പോണ വഴിക്ക് ATM കൂടിയും കയറാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ കുന്നോളം പോയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ റോയൽ ഹോസ്പിറ്റൽ. അപ്പോൾ അതിൻ്റെ തൊട്ട് തന്നെയുണ്ട് ATM. ഞങ്ങൾ കൂടുതലായിട്ടും ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ ATMിലേക്ക് വരാറുള്ളത്. നടന്നു വരാനുള്ള ദൂരമുള്ളോട്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. പിന്നെ അങ്ങോട്ട് പോണ കാരണം കൊണ്ട് ബൈക്കായിട്ട് നേരെ അങ്ങോട്ട് വന്നതാണ്. നമ്മുടെ ഈ പുതിയ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് എൻ്റെ വീടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഏട്ടൻ്റെ വീട് വരുന്നത്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് കേട്ടോ, വീടുകൾ തമ്മിൽ അടുത്തടുത്തായ കാരണം കൊണ്ട് ലവ് മാരേജ് ആയിരുന്നോ എന്നുള്ളത്. ഞങ്ങളുടെ അറേഞ്ച് മാരേജ് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും വീടിൻ്റെ റൂട്ട് ഒരേ റൂട്ട് തന്നെയാണ് കേട്ടോ. കുന്നംകുളം മഞ്ഞൂർ റോഡാണ് ഞങ്ങളെ രണ്ടുപേരെയും റോഡിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്. ആദ്യം എൻ്റെ വീട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏട്ടൻ്റെ വീട് വരുന്നത് കേട്ടോ. അവിടുന്ന് ആകെ 2 കിലോമീറ്റർ ഉള്ളൂ. ശരിക്കും അവിടുന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് നടന്നു വരാനുള്ള ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. ഇടയിലൊരു പാടമുണ്ട്. ആ പാടം കയറി കഴിഞ്ഞാൽ നേരെ ഏട്ടൻ്റെ അവിടേക്ക് എത്താനുള്ള അത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ ഞങ്ങളെ വീടുകൾ തമ്മിൽ. വീടിൻ്റെ ഹാളിൽ ഒരു ഷെൽഫിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫോട്ടോസാണ് കേട്ടോ. ചേട്ടൻ്റെ ചെറുതിലത്തെ ഒരു ഫോട്ടോ ആണ് കേട്ടോ അത്. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ അച്ഛനും അമ്മയും. വീട്ടിൽ പിന്നെ ആര് വന്നാലും ആദ്യം വരുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. കംപ്ലീറ്റ് നിറയെ ഫോട്ടോസായ കാരണം കൊണ്ട് എല്ലാവർക്കും ഒരു കൗതുകമാണ്. അതേപോലെ തന്നെയായിരുന്നു കേട്ടോ ഞാനും കല്യാണം കഴിഞ്ഞ് ആദ്യം കയറി വന്നപ്പോൾ ആദ്യത്തെ നോട്ടം ഇതിൻ്റെ മുകളിലേക്ക് തന്നെയായിരുന്നു. മൊത്തത്തിൽ എല്ലാ ഫോട്ടോസും കാണുമ്പോൾ കാണാനുള്ള ഒരു കൗതുകം നമുക്ക് തോന്നില്ലേ. ആ ഒരു ഇതാണ് കേട്ടോ ഇവിടുത്തെ ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ. വീടിൻ്റെ ചുറ്റും നിറയെ വാഴയും അതേപോലെ തെങ്ങും ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ അച്ഛൻ വെച്ചിട്ടുള്ള തന്നെയാണ്. അപ്പോൾ എന്നും ഞങ്ങൾക്ക് ഇവിടെയുള്ള സമയത്ത് എന്നും പഴക്കൊല ഉണ്ടാവും കേട്ടോ. കൂടുതലും ഞാലിപ്പൂവൻ പഴമാണ് കൂടുതലും ഇവിടെ അച്ഛൻ പിടിപ്പിച്ചിട്ടുള്ളത്. അതിനാണല്ലോ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. പറമ്പിൽ നിറയെ തെങ്ങുള്ള കാര്യം കൊണ്ട് തെങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നാളികേരമൊക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങ പൊളിക്കാനുള്ള ആൾക്കാരൊക്കെ വരിക ചെയ്യാറ് കേട്ടോ സാധാരണ. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടില്ല തോന്നുന്നു. അപ്പോൾ നിറയെ അവിടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അത് അമ്മയുടെ ചെറുവക കൃഷിയുടെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഈ കഥ പറയണത്. പണ്ടേ പിന്നെ എനിക്ക് ചെടിപ്രാന്ത് കുറച്ച് കൂടുതലുള്ള കാരണം കൊണ്ട് അന്ന് നട്ട കുറേ ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അമ്മ പറിച്ചു തരുന്നത് കൊണ്ടുപോയി കുഴിച്ചിട്ടോളം പറഞ്ഞിട്ട്. അപ്പോൾ കഞ്ഞിക്കൂർക്കയുടെ തെയ്യൊക്കെ നിറയെ കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തെയ്യും കൂടി കൊണ്ടുപോയി നട്ടോളം പറഞ്ഞിട്ട് അതും പിടിപ്പിച്ച് തരുന്നുണ്ട് അമ്മ. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പാടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് വെള്ളത്തിന് നല്ല ഉറവ് വരുന്നുണ്ട് കേട്ടോ കിണറ്റിലേക്ക്. അതാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ കിണറ്റിലേക്ക് നോക്കി നിൽക്കണത്. പാർക്കാടി പൂരത്തിൻ്റെ സമയത്ത് വെടിക്കെട്ടൊക്കെ നടന്നിരുന്നത് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ആ പാടത്താണ് കേട്ടോ. ഞങ്ങൾക്ക് നല്ല സൈറ്റായിരുന്നു വെടിക്കെട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അന്ന് നല്ല പണിയാവും കേട്ടോ വീട്ടിൽ. ഷെൽഫിലത്തെ കംപ്ലീറ്റ് സാധനങ്ങളും ഒക്കെ നിലത്ത് ഇറക്കണം. കാരണം നല്ല ജർക്കിങ് ആവാറുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഏട്ടൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഇതാ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അംഗൻവാടിക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നാളെ സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ പഠനോപകരണങ്ങൾ കൊടുക്കേണ്ടത് കൊണ്ട് ഏട്ടൻ്റെ സ്നേഹിതന്മാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടി വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.